കാർത്തിക് കഥകളി സംഗീതം പഠിച്ചത് മത്സരങ്ങളിൽ പങ്കെടുക്കാനായി മാത്രമാണ്. മുൻപ് ഗിറ്റാറിൽ സംസ്ഥാന തലത്തിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും കഥകളി സംഗീതത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാന തലത്തിലേക്ക് എത്തുന്നത്. സാംസ്കാരിക തലസ്ഥാനത്ത് നിന്നും എ ഗ്രേഡ് വാങ്ങിയാണ് കാർത്തിക് വീട്ടിലേക്ക് മടങ്ങുന്നത്. വിശേഷങ്ങൾ കാണാം. ും കുതുകം കഥഞ്ജന ചൊല്ലുവൻ ശങ്കനീയനെന്നാകിലും കുതുകം കഥഞ്ജന ചൊല്ലുവൻ നിങ്കലവസരം ഇങ്ങനങ്കുശം എന്നൊരിങ്കിതമിങ്ങനെ നിങ്കലവസരം ഇങ്ങനങ്കുശം എന്നൊരിങ്കിതമിങ്ങനെ സങ്കുലാ സകലാ ബ്രഹ്മണ്ഡലി സാമ്പ്രതം ധരിയാഞ്ഞിതോ സങ്കുലാ സകലാ ബ്രഹ്മണ്ഡലി സാമ്പ്രതം ധരിയാഞ്ഞിതോ ശംഖുമദ്ദള മംഗലധ്വനി ശംഖുമദ്ദള മംഗല ധ്വനിദിങ്മുഖേഷു നിശമ്യതേ ധ്വനിദിങ്മുഖേഷു നിശമ്യതേ മാന്യമതേ. കാർത്തിക് അടിപൊളിയായിട്ട് പാടി. കാർത്തികിനെ കുറിച്ച് പറയുവാണെങ്കിൽ കഥകളി സംഗീതം ഹയർ സെക്കൻഡറി വിഭാഗം കഥകളി മത്സരത്തിന് വേണ്ടി പഠിച്ച ഒരാളാണ്. നിലവിൽ എ ഗ്രേഡാണ് കാർത്തികിന് ലഭിച്ചിട്ടുള്ളത്. എത്ര വർഷമായി ഇങ്ങനെ പഠനം തുടങ്ങിയിട്ട്? പഠനം തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, കുറച്ച് നാൾ മാത്രമായിട്ടുള്ളൂ. ഒരു വർഷത്തിൽ താഴെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഗുരു ആരാണ്? കലാമണ്ഡലം ബാലചന്ദ്രൻ സാർ എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് മത്സരിച്ചിട്ടുള്ളത്. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? മത്സരം നല്ല മത്സരം, നല്ല സ്റ്റാൻഡേർഡുള്ള, എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എത്തുന്നത്? അല്ല, സംസ്ഥാന കലോത്സവത്തിൽ ഇതിനു മുമ്പ് 2 തവണ ഗിറ്റാറിന് മത്സരിച്ചിട്ടുണ്ട്. കഥകളി സംഗീതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഗിറ്റാറിസ്റ്റ് കൂടിയാണ്, കലാകാരനാണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. 2 തവണ ഗിറ്റാറിന് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ എ ഗ്രേഡ് തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തവണ എ ഗ്രേഡ് വരും. ആദ്യത്തെ തവണ വന്നപ്പോൾ ബി ഗ്രേഡ് ആയിരുന്നു, രണ്ടാമത്തെ തവണ എ ഗ്രേഡ്. കാർത്തികിൻ്റെ അച്ഛനും അമ്മയും ആണ്. എന്താണ് തോന്നുന്നത്, മോനിപ്പോൾ കഥകളി സംഗീതത്തിന് വന്നിട്ട് എ ഗ്രേഡ് ലഭിച്ചിട്ട് ആദ്യമായിട്ടാണ് കഥകളി സംഗീതത്തിൽ പങ്കെടുക്കുന്നത്. എ ഗ്രേഡ് ലഭിച്ചിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. എന്താണ് തോന്നുന്നത്? സന്തോഷം തന്നെ. അച്ഛൻ്റെ പേരെന്ന് പറയും? അനിൽ. എങ്ങനെ ഉണ്ടായിരുന്നു? മോനോട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയോ? സന്തോഷം തോന്നി. പിന്നെ എന്തായാലും ഇത്തവണ കഥകളി സംഗീതം ആദ്യമായിട്ട് ചെയ്തതാണ്. അപ്പം തന്നെ സ്റ്റേറ്റിലേക്ക് എത്തിയല്ലോ എന്നുള്ളത് തന്നെ വലിയ കാര്യം. വീട്ടിലും എങ്ങനെയാ സംഗീതം എന്ന് പറയുന്ന ഒരു സംഗീതത്തിലേക്ക് എത്തുന്നത്? കുട്ടിയാകുമ്പോൾ തന്നെ താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചായിരുന്നോ? കുട്ടിയാകുമ്പോൾ തുടങ്ങി താല്പര്യമുണ്ട്. പിന്നെ ഞാൻ മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പാട്ടും, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എപ്പോഴും പാട്ടും പ്രാക്ടീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ. പിന്നെ സംഗീത പഠനം അങ്ങനെ കറക്റ്റായിട്ട് നടന്നിട്ടില്ല. അപ്പം ഇനി സംഗീതം പഠിച്ച് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം കൂടി അവൻ പറയുന്നുണ്ട്. പിന്നെ ഗസലിന് അവൻ മത്സരിച്ചിരുന്ന ജില്ലയിൽ കഴിഞ്ഞ 2 കൊല്ലവും എ ഗ്രേഡ് കിട്ടിയിരുന്നു. ഫസ്റ്റായിട്ടില്ലെന്ന് മാത്രം. അപ്പോൾ പാട്ട് അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. സംഗീതം. എറണാകുളം ഇത്തവണ കപ്പ് നേടുമോ? എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഒന്നും പറയാനില്ല. കിട്ടുമായിരിക്കും. കിട്ടിയാൽ സന്തോഷം. അതെ. അപ്പോൾ എന്തായാലും കയ്യിൽ ഈ കഥകളി സംഗീതം മാത്രമല്ല, ഗിറ്റാറുണ്ട്, ഗസൽ പാടും, മൊത്തത്തിലൊരു കലാകാരനാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ക്യാമറാമാൻ ജിഷ്ണു കേരളൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.